തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇന്ന് രാവിലെ ക്യാമ്പിലെ ശുചിമുറിയിൽ 2 കൈയിലെയും ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ടുണ്ടോ? അനുജ, ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം SAP ക്യാമ്പിലെ ശുചിമുറിയിൽ 2 കൈയും മുറിച്ച നിലയിൽ ഇയാളെ കണ്ടെത്തുന്നത്. ഇയാൾ ട്രെയിനി പോലീസ് ഉദ്യോഗസ്ഥനാണ്, പ്ലറ്റൂൺ ക്യാപ്റ്റനാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇയാളുടെ സഹപ്രവർത്തകർ, അവിടെ ഒപ്പമുണ്ടായിരുന്ന സഹപ്രവർത്തകർ തന്നെയാണ് ഇയാളെ ശുചിമുറിയിൽ കണ്ടെത്തിയത്. 2 കൈയിലെയും ഞരമ്പ് മുറിച്ച നിലയിൽ അബോധാവസ്ഥയിൽ ഇയാൾ അവിടെ കിടക്കുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ പേരൂർക്കട ആശുപത്രിയിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ഇയാളെ മാറ്റിയിട്ടുണ്ട്. ഇയാൾ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ല. പക്ഷേ ചില ഉദ്യോഗസ്ഥർ മാനസികമായി പീഡിപ്പിച്ചു എന്ന് ഇയാളുടെ സഹപ്രവർത്തകരിൽ ചിലർ അനൗദ്യോഗികമായി നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അതിലടക്കം പരാതികൾ പോകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമേ അറിയൂ. നിലവിൽ ഇയാളുടെ ആരോഗ്യാവസ്ഥ സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ, പേരൂർക്കട SAP ക്യാമ്പിലാണ് പോലീസ് ട്രെയിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇന്ന് രാവിലെയാണ് ക്യാമ്പിലെ ശുചിമുറിയിൽ 2 കൈയിലെയും ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയത്. ആരോഗ്യനിലയിൽ ആശങ്കയുടെ ആവശ്യമില്ല എന്നതാണ് ഷഫീദ് റാവുത്തർ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.